സ്ത്രീക്കും പുരുഷനും തുല്യനീതിയാണോ കൊടുക്കുന്നത്? ഇത് ചോദിക്കാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. എന്താണത് ആണുങ്ങൾക്ക് നീതി കിട്ടണം അല്ലേ? ആണുങ്ങൾക്ക് നീതി കിട്ടണം. കാരണം ഇങ്ങനെ പ്രതീക്ഷിച്ചത് നമ്മള് ആവശ്യത്തിന് നീതി വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോ എപ്പോഴും പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്നു അങ്ങനെയാണല്ലോ എപ്പോഴും പറയാറ്. അപ്പൊ തിരിച്ചു വരുമ്പോ എന്താണ് ആ റിവ്യൂ ഉണ്ടായിരുന്നു, മൊത്തം ഫുൾ എഫക്ഷൻ അല്ല, അല്ലാണ്ടൊരു ചെറിയ രീതിയിൽ അതായപ്പോ ജസ്റ്റ് റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിയില്ല, ഇനി കുറച്ച് കഴിയുമ്പോഴേ കറക്റ്റ് റിവ്യൂസ് നന്നായിട്ടുണ്ട്. അത്രേ ഉള്ളൂ, എല്ലാരും കാണണം. ചെറിയ സിനിമയാണ്, പക്ഷേ വലിയൊരു ട്വിസ്റ്റുള്ള നല്ല സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും കാണും. ഞാൻ പടം നല്ല, ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയാനുള്ള ഞാൻ ഇതിലൊരു പാർട്ടായിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല ഫാമിലി മൂവി. അപ്പൊ എല്ലാവരും കാണാം, നല്ല രസമുണ്ട്. പ്രമേയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രമേയം നല്ലതായതുകൊണ്ടാണല്ലോ സിനിമ ചെയ്തിട്ടുണ്ടാവുക. അതായത് സ്ത്രീക്കും പുരുഷനും തുല്യനീതിയാണോ കൊടുക്കുന്നത്? ഇത് ചോദിക്കാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. എന്താണ് ചേട്ടാ ചോദ്യത്തിന് സ്കിപ്പ് ആവരുത്. ഇല്ല, നിന്നോട് പറയാൻ പറ്റില്ല. എന്താണത് ചോദിക്കാനുള്ള ഓൾ കേരള ആണുങ്ങൾക്ക് നീതി കിട്ടണം അല്ലേ? ആണുങ്ങൾക്ക് നീതി കിട്ടണം. കാരണം ഇങ്ങനെ പ്രതികരിക്കണം, ഇതാണ് വേണ്ടത്. ആണുങ്ങൾക്ക് നീതി കിട്ടണം. ആണുങ്ങൾക്ക് നീതി കിട്ടണം. പെണ്ണുങ്ങൾക്ക് നീതി കിട്ടിയ പോലെ. എന്താണ് ഞാൻ ചേട്ടാ ഇതെല്ലാം പ്രതീക്ഷിച്ചത് നമ്മള്? ആവശ്യത്തിന് നീതി വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. കിട്ടാത്ത കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോ അതെ. ധ്യാൻ അടിപൊളിയായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ചെറുപ്പം ലുക്കില്. എനിക്കും അതിനൊരു ഭാഗമാകാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ഒരു നല്ല മൂവിയാണ്. ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് ഇതുപോലത്തെ കുറേ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടുണ്ട് മൂവീസിൽ. ഇപ്പോൾ ഭാര്യ, അമ്മ, അമ്മായിയമ്മ, അതുപോലത്തെ ഉള്ള സിനിമകളിലൊക്കെ ഇപ്പോൾ എന്താ ഭാര്യ വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാരുടെ ഒരു അവസ്ഥ ശരിക്കും സിനിമയിൽ കാണിക്കുന്നുണ്ട്. ധ്യാൻ അഭിനയിക്കുന്നുണ്ട് സിനിമയിൽ. ധ്യാൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ നമ്മളാണ് വരുന്നത്. ധ്യാൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് നോർമലി മുന്നത്തുള്ള മൂവിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്യാരക്ടർ കുറച്ച് ഇതിൽ ചെയ്തിട്ടുണ്ട് ധ്യാൻ. പിന്നെ അതുപോലെ തന്നെ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകളാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ചെറിയൊരു സിനിമയാണ്, പലർക്കും എല്ലാവർക്കും ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ മൂവിയുടെ കഥ എന്ന് പറയുന്നത്. അങ്ങനെ ആളുകൾക്ക് ചിലപ്പോൾ ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഒരു ഹസ്ബൻഡാണ് ഇങ്ങനത്തെ ഒരു പ്ലേസ്മെന്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഇതേപോലത്തെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഓവർ പവറിങ് ആയിട്ടുള്ള ഒരാൾ. പക്ഷെ അതിങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര എന്താ ത്രില്ലായി. അടുത്തെന്തായിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പിലാവാമോ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ ആ ഒരു മെയിൽ ഡോമിനൻറ്റ് ഫാമിലി തന്നെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നാണ് ശരിക്കും ഈ മൂവിയിൽ പറഞ്ഞു പോകുന്നത്. എപ്പോഴും പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്നു അങ്ങനെയാണല്ലോ എപ്പോഴും പറയാറ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് ആ മെയിൽ സൈഡിലുള്ള കഷ്ടപ്പാട് എന്നുള്ളതാണ് ഈ മൂവി പറഞ്ഞു പോകുന്നത്. അത് നല്ല രസമുണ്ട് കാണാൻ. എന്തൊക്കെയാണ് പുള്ളിയുടെ കഷ്ടപ്പാടുകൾ, ഇങ്ങനൊരു വൈഫ് ഉണ്ടാവുമ്പോൾ, അങ്ങനത്തെ രസമായിരുന്നു. രീതിയിൽ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു നല്ലൊരു പടം കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്. ബോബൻ സാമുവലിനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്രൂവിനും വളരെയധികം നന്ദി. പബ്ലിക്കിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. പടം അടിപൊളി പടമല്ലേ? നല്ല മൂവിയാണ്. ഫാമിലി അതെ, ഇന്റർവെൽ സസ്പെൻസ് ഉണ്ട്, ഇന്റർവെൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സിൽ ഒരു നല്ല സസ്പെൻസ് ഉണ്ട്. എല്ലാം കൂടി വരുമ്പോൾ നല്ല പടം. ഞാൻ നോർമൽ പ്രേക്ഷക എന്ന നിലയിൽ ഇത് ആദ്യം റിവ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു പടമാണ്. പിന്നെ നമുക്കിതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം അറിയുന്നത് കൊണ്ട് ആസ് എ ഫ്രഷ് വ്യൂവർ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഫുൾ ക്രൗഡിൻ്റെ കൂടെ കണ്ടപ്പം നമ്മൾക്ക് എവിടെയൊക്കെ എക്സൈറ്റിംഗ് എലിമെൻറ്റ് ഫീൽ ചെയ്തോ ആ ഒരു റിയാക്ഷനാണ് ഓഡിയൻസിൽ നിന്ന് കിട്ടിയത്. വിഷയം ചെറുതല്ല, പക്ഷെ നമ്മളെപ്പോഴും ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് സാധനം കൊണ്ടുവരുന്നേക്കാൾ എപ്പോഴും നല്ലത് ഒരു സിമ്പിൾ പടമാണെന്നും പറഞ്ഞു. അത് ആൾക്കാർ അതിനൊരു ആ സബ്ജക്റ്റിൻ്റെ ഇപ്പം കാലിക പ്രസക്തിയുള്ള സാധനമാണ്. അപ്പം അത് ആളുകൾ കണ്ടറിഞ്ഞ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കൂടുതലും സ്ത്രീകളെ കുറിച്ച് കേട്ടിരിക്കുന്നത് ഫിസിക്കൽ അബ്യൂസാണ്. പക്ഷേ എനിക്കൊന്ന് പുരുഷന്മാരുടെ കേസിൽ ഒരുപാട് സംഭവിക്കുന്ന മെൻ്റൽ അബ്യൂസാണ്. ഈ ഫിസിക്കൽ അബ്യൂസും മെൻ്റൽ അബ്യൂസും ഈക്വലി പെയിൻഫുള്ളാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടിട്ട് പിന്നെ മാസങ്ങൾക്ക് ശേഷമാണ് അതൊരു കെട്ടിച്ചമച്ച കേസാണെന്ന് അറിയുന്നതും. അപ്പം അവർക്കുണ്ടായ മാനഹാനി എല്ലാം ഈക്വലാണല്ലോ. ആണിനും പെണ്ണിനും മാനം ഒരുപോലെയാണല്ലോ. ഇപ്പം സിനിമയും സീരിയലും ആണെങ്കിലും ജീവിതത്തിലെ പല ഏടുകളിൽ നിന്നാണല്ലോ കഥകൾ വരുന്നത്. സോ തീർച്ചയായിട്ടും വിത്ത് ഫാമിലി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു മൂവിയാണ്. അതിലത്തെ പ്രമേയവും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു.
അല്ല ഇങ്ങനൊരു ചർച്ച എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്. കാരണം സ്ത്രീക്ക് നിയമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വേണ്ട സപ്പോർട്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അത് പാടില്ല. നമുക്ക് കിട്ടുന്ന ഒരു നിയമത്തിൻ്റെ ഒരു സപ്പോർട്ട് ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആണുങ്ങൾക്കും അതേപോലെ തന്നെ സപ്പോർട്ട്, പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും അതേപോലത്തെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്.